ഹലോ കൂട്ടുകാരെ, കേരള കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കട്ടപ്പനയിൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന മാക്സിമം കാഴ്ചകൾ, അതാണ് ഇന്നത്തെ എൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം. കട്ടപ്പനയിൽ ലക്ഷ്യമാക്കി ഞാനിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയ്ക്കടുത്തുള്ള 4 പ്രധാന സ്ഥലങ്ങൾ കാണുകയാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അയ്യപ്പൻ കോവിലാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യസ്ഥാനം. ആദ്യമായിട്ട് തന്നെ ഞാൻ അയ്യപ്പൻ കോവിലിൽ എത്തിയിട്ടുണ്ട്. അയ്യപ്പൻ കോവിൽ കാണാനുള്ളത് നമുക്ക് അയ്യപ്പൻ കോവിലെ തൂക്കുപാലമാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പെരിയാറിന് കുറുകെയുള്ള അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇടുക്കിയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഹാങ്ങിങ് ബ്രിഡ്ജുകളിൽ ഒന്നാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മാട്ടുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലത്തിന് ചുറ്റുമുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളും പെരിയാർ നദിയുടെ മനോഹാരിതയുമാണ് ഈ സ്ഥലത്തെ വളരെ ആകർഷകമാക്കുന്നത്. നമുക്ക് അവധിക്കാലമൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണെന്ന്, കൂടാതെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു നിർമ്മിതി കൂടിയാണ് ഈ പാലം. അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ മാട്ടുക്കട്ടയിൽ നിന്ന് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലെത്താം. കൂടാതെ സ്വരാജ് എന്ന സ്ഥലത്തു നിന്ന് പരമ്പരാഗത കാട്ടുപാതയിലൂടെയും ഇവിടേക്കെത്താം. ഈ തൂക്കുപാലത്തിന്റെ ഒത്ത മധ്യത്തിൽ നിന്ന് താഴെയുള്ള പെരിയാറിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള ആകർഷണം. പെരിയാറിൽ ഒരുപാട് തോണികളൊക്കെയുണ്ട്. നമുക്ക് പണമൊക്കെ കൊടുത്താൽ പെരിയാറിലൂടെ നമുക്ക് തോണിയിലൊക്കെ സവാരിയൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ തൂക്കുപാലം കടന്ന് അക്കരെ കടന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ അയ്യപ്പൻ കോവിലിൽ എത്തിച്ചേരും. ഇവിടുത്തെ മനുഷ്യവാസത്തിന് 3000 വർഷത്തെ പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഈ തൂക്കുപാലം 2012 നിർമ്മിച്ചത്. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. വർഷകാലത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു പാലമായിരുന്നു. അതുമൂലം ജനങ്ങൾക്ക് അക്കരെ കടക്കാനായിട്ട് സാധിച്ചില്ല. അതിനാലാണ് ഇന്ന് കാണുന്ന ഈ തൂക്കുപാലം നിർമ്മിക്കേണ്ടി വന്നത്. കാലാവസ്ഥാ ഭേദങ്ങൾക്കൊപ്പം വ്യത്യസ്ത സൗന്ദര്യം കൈവരുന്നു എന്നാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന്റെ പ്രധാന സവിശേഷത. മുല്ലപ്പെരിയാറിലെ ഉൾപ്പെടെ വർഷകാലത്തെ ജലം വൻതോതിൽ കുത്തൊഴുക്കായി ഇടുക്കി ഡാമിലേക്ക് ഇതിലെയാണ് കടന്നു പോകുന്നത്. അവ പിന്നീട് സംഭരണശേഷി നിറയുന്നതിനനുസരിച്ച് തിരികെ പദ്ധതി പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും. അങ്ങനെ കാലവർഷം കഴിയുന്നതോടെ ഏകദേശം സെപ്റ്റംബർ-നവംബർ മാസത്തോടെ വെള്ളം ഡാമിൽ തിരിച്ചിറങ്ങിപ്പോരും. അവ വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതോടെ വലിയ ഉയരത്തിൽ തൂക്കുപാലത്തിന് തൊട്ടു താഴെ വരെ അക്കരെ വെള്ളം നിറയാറുണ്ട്. നിങ്ങൾ മനോഹരമായ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ഈ ഭാഗത്തു നിന്ന് വേണം നമുക്ക് മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ എടുക്കാനും ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അവധി ദിവസങ്ങളായ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഒരുവിധം തിരക്ക് കൂടുതലുള്ള സമയം. അങ്ങനെ ഞാൻ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അക്കരെ കടന്ന് 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ മനോഹരമായ ഒരു അമ്പലം, അതും പെരിയാർ നദിയുടെ നടുഭാഗത്തായിട്ട് മനോഹരമായ ഒരു അമ്പലം. മഴക്കാല സമയങ്ങളിൽ വഞ്ചികളിൽ അമ്പലത്തിൽ പോവേണ്ടി വരുന്ന ഭക്തർ, അങ്ങനെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. വർഷകാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് വരുമ്പോൾ ക്ഷേത്രം വെള്ളത്തിനടിയിലാകുന്നു. വേനലിൽ കരയിലൂടെ സഞ്ചരിച്ച് പടിക്കെട്ട് കയറി നമുക്ക് ക്ഷേത്രത്തിലെത്താം. എന്നാൽ വർഷകാലത്ത് വള്ളങ്ങളിലാണ് ഭക്തർ ക്ഷേത്രത്തിനടുത്ത് അർച്ചനയ്ക്കായിട്ട് എത്തുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അടുത്ത കേന്ദ്രമായ അഞ്ചുരുളിയിലേക്ക് പോയി. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി. കട്ടപ്പനയിൽ നിന്ന് ഏലപ്പാറ വഴി 9 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇവിടേക്ക് വെള്ളം ഒഴുകുന്ന ടണലാണ് ഇവിടെയുള്ള പ്രത്യേകത. അപ്പോൾ ഞാൻ ഏകദേശം ടണലിൻ്റെ അടുത്തായിട്ടെത്തി. നല്ല വെള്ളമുള്ള ഒരു ടൈമിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ടണലിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയില്ല. അവിടെയുള്ള ഗാർഡൊക്കെ പറഞ്ഞ് താഴേക്കൊന്നും ഇറങ്ങാനൊന്നും പാടില്ല. ഇതേ ഇപ്പം നല്ല വെള്ളമാണ് ടണലിലൂടെ ഒഴുകി വരുന്നത്. താഴേക്ക് ഇറങ്ങുന്നത് അപകടം വിളിച്ചു വരുത്താൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഞാൻ താഴേക്കൊന്നും ഇറങ്ങിയില്ല. ടണലിൽ നിന്ന് ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന വെള്ളമാണ് ഇവിടുത്തെ ആകർഷണം. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. 1974 മാർച്ച് 12 ആണ് അഞ്ചുരുളി ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തത്. 5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവുമുള്ള ടണൽ ഇരട്ടയാർ മുതൽ അഞ്ചുരുളി വരെ ഒറ്റപ്പാറയിൽ കോലഞ്ചേരി സ്വദേശി കോൺട്രാക്ടർ പൈലി പുള്ളിയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും സീനറികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ കാണുന്നത്.
ഇടുക്കി ജലാശയത്തിൻ്റെ പരന്നു കിടക്കുന്ന വിശാലമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അഞ്ചുരുളി തുരങ്കത്തിൻ്റെ നിർമ്മാണ കാലയളവിൽ 22 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് തുരങ്കം. ഇരട്ടയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് അവിടെ നിന്നുള്ള വെള്ളം തുരങ്കത്തിലൂടെ അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. ഇടുക്കി അണക്കെട്ടിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ടണൽമുഖത്ത് വരെ വെള്ളം കയറും. അപ്പോൾ 1000 അടിക്ക് മുകളിൽ വരെ വെള്ളമുണ്ടാകും. ഈ ജലാശയത്തിൽ 5 മലകൾ നിരയായി ഉരുളി കമഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാൽ ആദിവാസികളാണ് അഞ്ചുരുളി എന്ന പേര് ഇതിനിട്ടിരിക്കുന്നത്. അങ്ങനെ അഞ്ചുരുളിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനായി കാൽവരി മൗണ്ടിലേക്ക് ചേർന്നിരിക്കുകയാണ്. കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയായിട്ടാണ് കാൽവരി മൗണ്ട്. റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ കാൽവരി മൗണ്ട് എന്നൊരു ബോർഡൊക്കെ നമുക്ക് കാണാം. ആ കാണുന്ന വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ താഴ്വാര കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കപ്പലിൻ്റെ ശില്പം നിർമ്മിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഫ്രീ അല്ല, 50 രൂപയാണ് അകത്തേക്ക് കയറുന്നതിനുള്ള ഫീ. എന്തായാലും ഞാൻ അകത്ത് കയറിയില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ അതല്ലല്ലോ. കാൽവരി മൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. കാൽവരി മൗണ്ടിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാൽവരി മൗണ്ടിലേക്ക് പ്രവേശന ഫീസുണ്ട്. 20 രൂപയാണ് മുതിർന്ന ഒരാൾക്കുള്ള ഫീസ്. വാഹനം പാർക്ക് ചെയ്യുന്നതിനായിട്ട് 30 രൂപ വാങ്ങി. ഞാൻ ബൈക്കിനാണ് വന്നത്, അതുകൊണ്ട് തന്നെ 30, 20, 50 രൂപയാണ് നമ്മളോട് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് കല്യാണത്തണ്ട് അല്ലെങ്കിൽ 10ാം മൈൽ എന്നറിയപ്പെടുന്ന കാൽവരി മൗണ്ടാണ്. ഇന്ത്യയിൽ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖമായിട്ടുള്ളൊരു കുന്നാണ്. ഈ കല്യാണത്തണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. ഇതിൻ്റെ മുകളിൽ കയറി ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് എത്തിയ പോലെയുള്ള പ്രതീതിയാണ്. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൻ്റെ വളരെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് മതപ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ഇടുക്കി റിസർവോയറിൻ്റെയും അതിൻ്റെ ചുറ്റുമുള്ള കൊടിമുടികളുടെയും വനങ്ങളുടെയും ആകാശ കാഴ്ച പ്രദാനം ചെയ്യുന്നു. വളരെ വൈഡായിട്ടുള്ള വിശാലമായ ഇടുക്കി റിസർവോയറിൻ്റെ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. പാറയിൽ വഴുക്കലുണ്ട്, തെന്നി വിടാതെ സൂക്ഷിക്കുക എന്നൊരു ബോർഡൊക്കെ ഇവിടെയുണ്ട്. മഴക്കാലത്ത് ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പാറയിൽ വഴുക്കൽ കൊണ്ട് നമ്മൾ താഴേക്ക് തെന്നി വീണു പോകാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പം മഴയൊക്കെ കുറവുള്ള നല്ല സണ്ണി ക്ലൈമറ്റുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പാറയിൽ വഴുക്കലൊന്നുമില്ല. ഇവിടെ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് മടുക്കുകയില്ല. ദീർഘസമയം നമുക്ക് സമയം ചെലവഴിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഇത്. വളരെ പീസ്ഫുള്ളായൊരു സ്ഥലം കൂടിയാണിത്. ഈ റോഡിലൂടെയൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെയാണ്. അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ 5000 രൂപ പിഴയാണെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ടൂറിസം മേഖല ഇവിടം കൊണ്ട് തീരുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നടക്കാൻ സാധിക്കില്ല. ഇവിടെ കാണുന്ന കുറേ വീടിൻ്റെ ഷേപ്പിലുള്ള കുറേ നിർമ്മാണങ്ങളൊക്കെയുണ്ട്. ഇതിൻ്റെ അകത്തിരുന്നാലും നമുക്ക് ഇടുക്കി റിസർവോയറിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.